സംഘർഷം തുടരുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മെത്രാപ്പൊലീത്തൻ വികാരിയായി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി ചുമതലയേറ്റെടുത്തു. രാവിലെ 10 മണിയോടെയാണ് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിനൊപ്പം മാർ പാംപ്ലാനി രൂപത ആസ്ഥാനത്ത് എത്തിയത്. അതിനിടെ എറണാകുളം ബിഷപ്പ് ഹൌസിലെ സംഘർഷത്തിൽ വൈദികർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ബിഷപ്പ് ഹൌസിൽ അതിക്രമിച്ചു കയറി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതിന് 21 വൈദികർക്കെതിരെയും SI അടക്കം പോലീസുകാരെ ആക്രമിച്ചതിന് 20 വൈദികർക്കെതിരെയുമാണ് കേസെടുത്തത്. 4 കേസുകളാണ് സെൻട്രൽ പോലീസ് രജിസ്റ്റർ ചെയ്തത്. റാഫേൽ തട്ടിലടക്കമുള്ളവർ അവിടേക്ക് രാവിലെ കയറിപ്പോയപ്പോഴുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ജോസഫ് പാംപ്ലാനിയും ഒപ്പമുണ്ട്. എന്തായാലും ഒരു പ്രതികരണവും അവർ മാധ്യമങ്ങളോട് നടത്തിയിട്ടില്ല. വലിയ പ്രധാനപ്പെട്ട ദൗത്യമാണ് മുന്നിലുള്ളത്. ഡാനി ഇപ്പോൾ ചേരുന്നു. ഡാനി, എന്താണ് സാഹചര്യം? ജോസഫ് പാംപ്ലാനി അദ്ദേഹത്തിൻ്റെ ചുമതല നിർണായകമാണ്. ആ ചുമതലയിൽ സമാധാനമുണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയുമോ? എന്തൊക്കെയാണ് നീക്കങ്ങൾ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സജിത, ഇപ്പോൾ ബിഷപ്പ് ഹൗസിനകത്ത് ഒരു ചുമതല ഏറ്റെടുക്കൽ ചടങ്ങ് എന്ന രീതിയിലാണ് ഇപ്പോൾ ജോസഫ് പാംപ്ലാനി ഇവിടേക്ക് എത്തിയത്. മെത്രാപ്പൊലീത്തൻ വികാരിയായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു നിയമനം ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇവിടേക്ക് ആർച്ച് ബിഷപ്പ് ഹൗസിലേക്ക് മേജർ ആർച്ച് ബിഷപ്പ് മൊത്തമായിരുന്നു ഇവിടേക്ക് എത്തിയത്. ഞങ്ങളടക്കം കടക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ദൗത്യമാണ് ജോസഫ് പാംപ്ലാനി അവിടെ ഏറ്റെടുക്കുന്നത്. അദ്ദേഹം ചുമതല ഏറ്റെടുക്കൽ നടപടികൾ അവിടെ നടക്കുകയാണ്. ആ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇന്നത്തെ ദിവസം നിർണായകമാണ്. അദ്ദേഹം ഒരുപക്ഷെ മാധ്യമങ്ങളോട് പ്രതികരിച്ചേക്കാം. അവിടെ മാധ്യമപ്രവർത്തകരടക്കം കാത്തു നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ പ്രതികരിച്ചേക്കാം. ഈ സഭയിൽ സമാധാനമുണ്ടാകുമോ? എറണാകുളം അങ്കമാലി അതിരൂപതയിലെ തർക്കങ്ങൾക്ക് പരിഹാരമുണ്ടാകുമോ എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. എന്തായാലും അത് സംബന്ധിച്ച പ്രതികരണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, എന്താണ് അവിടുത്തെ സാഹചര്യങ്ങൾ? മാധ്യമങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണ സാധ്യതയുണ്ടോ? സജിത, അല്പസമയത്തിനകം തന്നെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ, അതോടൊപ്പം തന്നെ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി, ഒപ്പം തന്നെ ബോസ്കോ പുത്തൂർ, ഇവിടെ ചുമതലയുണ്ടായിരുന്ന ബിഷപ്പ് ബോസ്കോ പുത്തൂർ എന്നിവർ ഇവിടെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 3 പേരും മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ്. 3 പേരും ചേർന്ന് ഇത് ആദ്യമായാണ് ഈ രീതിയിൽ, പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങൾ വളരെ കലുഷിതമായിരിക്കുന്ന ഒരു അവസരത്തിൽ ഇതിന് എന്താണ് ഇതിന്റെ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം എന്ന രീതിയിൽ തന്നെ എല്ലാവരും ആലോചിക്കുന്ന ഈ ഒരു ഘട്ടത്തിലാണ് ഇവരെ ഇപ്പോൾ മാധ്യമങ്ങളെ കാണാനായിട്ട് പോകുന്നത്. ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ ഏത് രീതിയിലുള്ള ഒരു വിശദീകരണമാണ് ഇവർ നൽകാൻ പോകുന്നത് എന്നതാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഇവർ അകത്ത് ചർച്ചകൾക്ക് 3 പേരും തമ്മിലൊരു കൂടിക്കാഴ്ചകൾക്ക് ശേഷമാണ് ഇവർ എത്തുകയും ചെയ്യുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബിഷപ്പ് ഹൗസ് കേന്ദ്രീകരിച്ച വലിയ രീതിയിലുള്ള വിഷയങ്ങൾ, വലിയ രീതിയിലുള്ള സംഘർഷവും കാര്യങ്ങളും എല്ലാം തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. അതിനൊടുവിലാണ് ഇപ്പോൾ ഇതിന് ചുമതലയേൽക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി എത്തിയത്. സിനഡിന്റെ നിർദ്ദേശപ്രകാരം ആണ് അദ്ദേഹം ആ ചുമതലയേൽക്കുന്നത്. അതിനുശേഷമാണ് ഇന്ന് രാവിലേക്ക് ഇവിടേക്ക് വരികയും ചുമതല ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തോടൊപ്പമുണ്ടായ മേജർ ആർച്ച് ബിഷപ്പും മാധ്യമങ്ങളെ കാണുന്നു എന്നതാണ് അറിയാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിൽ കൂടുതൽ എന്താണ് പറയാനുള്ളത് എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 ദിവസങ്ങളായി വലിയ രീതിയിലുള്ള ബഹളങ്ങൾ, വലിയ രീതിയിലുള്ള സംഘർഷത്തിന്റെ വേദിയായിട്ട് സിറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപത മാറുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ അദ്ദേഹം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് ഏത് വിഷയത്തിലാണ്? പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ചുമതല ഏറ്റെടുക്കൽ മാത്രമാണോ, അതോ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഏത് രീതിയിലെങ്കിലും ഒരു ചർച്ചകൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു സാരാംശവും അദ്ദേഹം അറിയിക്കുകയും ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം സിനഡ് സമാപിച്ചിരുന്നു. സിനഡ് അനന്തര ഒരു സർക്കുലർ പുറത്തിറങ്ങുകയും ചെയ്തു. കുർബാന ഏകീകരണം എന്ന വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തന്നെയാണ് സിനഡ് തീരുമാനിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നത്. അപ്പോൾ അതിനപ്പുറത്തേക്ക് എന്താണ് ഇതിൽ പറയുവാനുള്ളത്?
സിനഡിന് ശേഷം വന്ന സർക്കുലർ അടക്കമുള്ള കാര്യങ്ങൾ വന്നിരുന്നു. അതിനുശേഷം ഈ കാര്യത്തിൽ മറ്റെന്ത് വിശദീകരണം നൽകുക എന്നതാണ് ഉറ്റുനോക്കുന്നത്. സിനഡ് കഴിയുമ്പോൾ പോലും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ സംഘർഷം, ഈ പ്രതിഷേധം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു രീതിയിലുള്ള പ്രസ്താവനയോ കാര്യങ്ങളോ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാമർശിച്ചിരുന്നില്ല എന്നതും ശ്രദ്ധേയം തന്നെയായിരുന്നു. ഇക്കാര്യങ്ങളിൽ ഏത് രീതിയിലുള്ളൊരു വിശദീകരണം നൽകാനുണ്ട് എന്നതാണ് അറിയുന്നത്. ഇപ്പോൾ ഇവിടെ 3 പേരും ഇവിടെ വന്ന് ചർച്ചകൾ നടത്തുകയും എല്ലാം ചെയ്തു. തൊട്ടപ്പുറത്ത് വൈദികരുടെ ഒരു പ്രതിഷേധം തുടരുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു പോലീസ് സന്നാഹം ഇതിനകത്ത് ഉള്ളത്. എന്താണ് അതിന് ഈ വൈദികരുമായി ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകളിലേക്ക് കടന്നു പോയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് അറിയില്ല. ഇതുവരെയും അത്തരമൊരു അനൌദ്യോഗികമായ ചർച്ചകൾ നടന്നതായിട്ട് പറയുന്നില്ല. പക്ഷേ ഇന്ന് വൈകിട്ട് 7 മണിക്ക് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൽ മേജർ ആർച്ച് ബിഷപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതിനിധിയോ ഈ ചർച്ചയിൽ പങ്കെടുക്കും എന്നതാണ് പറഞ്ഞിരുന്നത്. ആ രീതിയിൽ ഏതെങ്കിലും രീതിയിലൊരു ചർച്ചയിൽ അദ്ദേഹം പങ്കാളിയാകുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. എന്തായാലും ചർച്ചകൾ ഇപ്പോൾ 3 പേരും ഈ ചർച്ചകളിലേക്ക് വരുമെന്നാണ് വിശദീകരിച്ചത്. അദ്ദേഹം നേരത്തെ ഇവിടേക്ക് എത്തിയതാണ്. ഇന്ന് രാവിലെയാണ് സിറോ മലബാർ സഭയുടെ നേതൃത്വം ഒന്നാകെ തന്നെ ഇവിടേക്ക് വരുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം സിനഡ് ചേരുകയും സിനഡ് ഇത്തരം കാര്യങ്ങളിൽ ചില ചുമതലപ്പെടുത്തലുകൾ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയോഗിക്കുകയും എല്ലാം തന്നെ ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ നടക്കുന്ന ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഏതെങ്കിലും രീതിയിലുള്ളൊരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകുന്നതിന് വേണ്ടി 3 ബിഷപ്പുമാരും തയ്യാറാകുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്ന ഒരു സംഘർഷങ്ങളുടെ ഒരു ഭൂമികയായിട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബിഷപ്പ് ഹൌസ് കേന്ദ്രീകരിച്ച് മാറിയിരുന്നു. 21 വൈദികർക്കെതിരെ നിലവിലിപ്പോൾ കേസെടുത്തിട്ടുണ്ട്. അതിൽ വൈദികർ കേസെടുക്കാനുള്ളൊരു കാരണമെന്ന് പറയുന്നത് ബിഷപ്പ് ഹൌസിലേക്ക് അതിക്രമിച്ച് കയറി എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കും എത്രമാത്രം സംഘർഷഭരിതമായി കഴിഞ്ഞിരിക്കുന്നു ഒരു സഭയുടെ ഒരു ചട്ടക്കൂടും സംവിധാനവും എന്നത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കും. 21 വൈദികർക്കെതിരെ കേസെടുക്കുന്നു. ഒപ്പം ഇന്നലെ മറ്റു വൈദികർക്ക് ഒപ്പം അവരെയും കേസിൽ അവരും അറസ്റ്റ് വരിക്കാൻ തയ്യാറായി മുന്നോട്ട് വരികയും ചെയ്തു. ഇന്നലെ എടുത്തിരിക്കുന്ന കേസുകൾക്ക് പുറമെ ഇന്ന് പുതിയ വകുപ്പുകൾ കൂടി അതിന് ചുമത്തിയിരിക്കുന്നു. അതിൽ പ്രധാനമെന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് അടക്കമുള്ള വകുപ്പുകളാണ്. 2 പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ ജാമ്യമില്ലാ വകുപ്പുകൾ തന്നെയാണ് വൈദികർക്കെതിരെ ചുമത്തിയ ഒരു കാര്യങ്ങളെല്ലാം തന്നെ വരികയും ചെയ്യുന്നു. നിരവധിയായ വിശ്വാസികൾ ഇത് ചേരിതിരിഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സംഘർഷത്തിൽ ഏർപ്പെടുന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. അങ്ങനെ കഴിഞ്ഞ കുറേ നാളുകളായി സംഘർഷഭരിതമായി തുടരുന്ന സാഹചര്യമാണ് എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പോൾ ഇതിനൊരു പരിഹാരമില്ലേ എന്നൊരു പൊതുചോദ്യം എല്ലായിടങ്ങളിലും തന്നെ ഉയരുന്നുണ്ട്. എന്താണ് ഇതിനൊരു പ്രതിസന്ധിക്ക് ഏത് രീതിയിൽ പരിഹാരം കാണാൻ കഴിയും, ആർക്കാണ് ഇതിനൊരു പരിഹാരം നിർദ്ദേശിക്കാൻ കഴിയുക എന്ന രീതിയിലേക്കെല്ലാം തന്നെ പോയിരുന്നു. വത്തിക്കാൻ തന്നെ ഒരു ഘട്ടത്തിൽ നേരിട്ട് ഇടപെട്ടിട്ട് പോലും അതിൽ ഒരു ഇളവും ഈ സംഘർഷത്തിലേക്ക് വരികയും ചെയ്തിരുന്നില്ല. പ്രത്യേകിച്ച് കുർബാന ഏകീകരണം അടക്കമുള്ള വിഷയങ്ങളിൽ ശക്തമായ നിലപാടെടുക്കുകയും അത് നടപ്പാക്കണമെന്ന് വത്തിക്കാൻ അടക്കം നിർദ്ദേശിക്കുകയും ചെയ്യുമ്പോൾ ആ ഉത്തരവിലും ചില അപാകതകൾ ഉണ്ട് എന്ന ഒരു ഭാഗം ചൂണ്ടിക്കാണിക്കുകയും തങ്ങൾക്ക് അതുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു. തീർച്ചയായും സഭയ്ക്കകത്ത് അനുവർത്തിക്കേണ്ട അനുസരണ അടക്കമുള്ള കാര്യങ്ങൾക്ക് ഘടകവിരുദ്ധമായി നിൽക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നടപടികളിലേക്ക് നീങ്ങാനായിട്ട് ഔദ്യോഗിക പക്ഷവും ആ രീതിയിലേക്ക് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്തു. അങ്ങനെ ഒരു കലുഷിതമായ ഒരു സാഹചര്യമായിരുന്നു മുഴുവനായും തന്നെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത്തരം ഒരു അന്തരീക്ഷങ്ങളിലേക്ക് ആ ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ഇത് നടക്കുകയും ചെയ്യുന്ന സമരമടക്കമുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്തത്. ഏതായാലും ആ സമരത്തിന് ഒരു ഭാഗത്ത് അവിടെ കാത്തു നിൽക്കുന്നിടത്ത് ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് കരുതാം. അതിലേക്ക് വരാം, ഡാനിയിലേക്ക് തന്നെ മടങ്ങി വരാം. ഷൈജു ആന്റണി ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഷൈജു ആന്റണി, ജോസഫ് പാംപ്ലാനി ഏറ്റെടുക്കുന്ന മധ്യസ്ഥ നീക്കങ്ങൾ അതിൽ നിങ്ങൾ എത്ര കണ്ട് വിശ്വസിക്കുന്നുണ്ട്? ഒരു സമാധാനം സഭയിൽ ഉണ്ടാകുമെന്ന് പൊതുവിൽ കരുതേണ്ടതുണ്ടോ? അതായത് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ നാളുകളിലെല്ലാം സിനഡുമായി നടത്തിയ ചർച്ചകളിലെല്ലാം പങ്കെടുത്തിരുന്ന അല്ലെങ്കിൽ അങ്ങനെ ചർച്ച നടത്താൻ തയ്യാറായിരുന്ന ഒരാളാണ് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി. അദ്ദേഹവുമായിട്ട് ഇതിനോടകം തന്നെ 3 വട്ടമെങ്കിലും ചർച്ച നടത്തുകയും 3 വട്ടമെങ്കിലും. ഷൈജു ആന്റണി, താങ്കളൊന്ന് തുടരുക. ഇപ്പോൾ റാഫേൽ തട്ടിൽ ജോസഫ് പാംപ്ലാനി അവർ മാധ്യമങ്ങളെ കാണുകയാണ്, വിശദീകരിക്കുകയാണ്. നമുക്ക് ആ വാക്കുകൾ കേട്ട ശേഷം താങ്കളിലേക്ക് വരാം. മാധ്യമ പ്രവർത്തകരോട്
ഞങ്ങളുടെ സഭയ്ക്കുള്ള കടപ്പാടും കൃതജ്ഞതയും ഞാൻ അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന സഹകരണത്തിനൊക്കെ ഒരുപാട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് സിനഡ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം കാര്യക്ഷമമായിട്ട് നിർവഹിക്കുന്നതിന് സിനഡിന്റെ നിർദ്ദേശപ്രകാരം തലശ്ശേരി രൂപതയുടെ മെത്രാപ്പൊലിത്ത ആയിട്ടുള്ള ഇപ്പോഴത്തെ ജോസഫ് പാംബ്ലാനി പിതാവിനെ എറണാകുളം അതിരൂപതയുടെ ചാർജ് വിക്കർ ഓഫ് ദ മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ കൈമാറി. ഞങ്ങൾ ആ കൈമാറ്റ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും പാംബ്ലാനി പിതാവിന് സംസാരിക്കുന്നത്. അഭിവന്യ മേജർ ആർച്ച് ബിഷപ്പ് സൂചിപ്പിച്ചതുപോലെ എറണാകുളം അങ്കമാലി അതിരൂപതയെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ തന്നെയാണ് ഇന്നലെ സമാപിച്ച സിനഡ് തീരുമാനിച്ചത്. തീർച്ചയായും എറണാകുളം അങ്കമാലി അതിരൂപത വഴി സഭയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായതായി നമുക്കറിയാം. അതുപോലെ തന്നെ സഭയുടെ തീരുമാനങ്ങൾ അവരെ വേദനിപ്പിച്ചതായി അവർ ചിന്തിക്കുന്നുണ്ട്. ഈ വിഷയങ്ങളെയൊക്കെയും ശാന്തവും സൗമ്യവുമായ രീതിയിൽ പരിഹരിച്ചെടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് സിനഡ് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ആ ദൗത്യം ചെയ്യാൻ ഞാൻ പരമാവധി സന്നദ്ധനാണ് താനും. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇത് സംബന്ധിച്ച് സിനഡ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളുടെ ഭാഗമായിട്ടുള്ളത് ഇതാണ്. ഒന്നാമതായി ഏകീകൃത കുർബാന അർപ്പണ രീതിയെക്കുറിച്ച് സിനഡ് തീരുമാനിച്ചതും പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവർത്തിച്ച് ആവശ്യപ്പെട്ടതുമായ കാര്യത്തിൽ നിന്ന് പിന്നാക്കം പോവുക എന്നത് അസാധ്യമായ കാര്യമാണ്. പരിശുദ്ധ കത്തോലിക്ക സഭയുടെ നിലപാടനുസരിച്ച് ഒരു കാര്യം മാർപ്പാപ്പ തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് അന്തിമ തീരുമാനമാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ പിന്നോക്കം പോകുന്ന സാഹചര്യം ഇല്ല എന്നുള്ളത് എല്ലാ സഹോദരങ്ങളും സ്നേഹബുദ്ധിയ മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ഈ തീരുമാനം നടപ്പിലാക്കുന്നതിന് പ്രായോഗികമായി കുറെ ബുദ്ധിമുട്ടുകൾ ഈ എറണാകുളം അതിരൂപതയിലെ ബഹുമാനപ്പെട്ട വൈദികരും അൽമായ നേതാക്കളും സിനഡിന്റെ മുമ്പിൽ അവതരിപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ജൂലൈ 1-ാം തീയതി ഒരു വ്യവസ്ഥ ഉണ്ടാക്കുകയുണ്ടായി. അതായത് തീരുമാനങ്ങളിൽ മാറ്റമില്ല, പക്ഷേ ഈ ഏകീകൃത കുർബാന അർപ്പണ രീതി നടപ്പിലാക്കുന്നതിനുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഞായറാഴ്ചകളിലെ നിശ്ചിത സമയങ്ങളിലുള്ള വിശുദ്ധ കുർബാനയിൽ ഒരു കുർബാനയെങ്കിലും ചൊല്ലുന്ന വൈദികർക്കെതിരായി മറ്റ് നടപടികൾ ഉണ്ടാവില്ല എന്ന് മുൻകൂട്ടി അറിയിച്ച കാര്യമാണ്. ആ അറിയിച്ച കാര്യം തുടരാൻ തന്നെയാണ് സിനഡ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ മാറ്റമില്ല. അപ്രകാരം ഈ ഒരു നിലപാട് അത് എന്നത്തേക്കാണത് മാറ്റാൻ പറ്റുക എന്നുള്ളത് കൂടിയാലോചനകൾക്ക് ശേഷം തീരുമാനമെടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഇത് എന്നേക്കുമായി അടഞ്ഞുപോയതോ മുറിഞ്ഞുപോയതോ ആയൊരു വിഷയമായിട്ടോ ബന്ധമായിട്ടോ മനസ്സിലാക്കേണ്ടതില്ല. എറണാകുളം അങ്കമാലി അതിരൂപതയെ കേൾക്കാനും അവരുടെ വിചാരങ്ങളും വികാരങ്ങളും മനസ്സിലാക്കാനും സിനഡ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു നിയോഗമാണ് മേജർ ആർച്ച് ബിഷപ്പും സിനഡും എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ആ ദൗത്യം ഞാൻ കൃത്യതയോടെ ചെയ്യാൻ നിർബന്ധിതനാണ് താനും. അത് ചെയ്യാനുള്ള എൻ്റെ സന്നദ്ധത ഞാൻ സിനഡിനെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. നിലവിലെ ചില സ്ഥലം മാറ്റങ്ങളൊക്കെ കൊടുത്തിരുന്നു. അവിടെയും വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ്. സ്ഥലം മാറ്റിയ വികാരിമാരെ അവിടെ നിന്ന് പോകാൻ അനുവദിക്കുന്നില്ല. ആ വിഷയങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് പഠിച്ചിട്ടേ മറുപടി പറയത്തുള്ളൂ. ഞാൻ ഇന്നലെ വൈകുന്നേരമാണ് ഇങ്ങനെ ഒരു നിയോഗം എൻ്റെ മേൽ വന്നത്. ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് ഇതിന്റെ സങ്കീർണതകൾ മുഴുവനും മനസ്സിലാക്കി ഉത്തരം പറയുക അസാധ്യമാണല്ലോ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഞാൻ എല്ലാവരെയും കേൾക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരോടും തുറന്ന മനസ്സോടെ ചർച്ച ചെയ്യാനാണ് ആഗ്രഹിക്കുക. അഭിവന്യ മേജർ ആർച്ച് ബിഷപ്പ് ഉൾപ്പെടെ ഞങ്ങൾ ഈ വിഷയങ്ങളെക്കുറിച്ച് ശാന്തമായും സ്നേഹബുദ്ധിയ മുൻധാരണകളില്ലാതെ ചർച്ചകൾക്ക് തയ്യാറാണ്. അതിന്റെ വെളിച്ചത്തിൽ കൂട്ടായ തീരുമാനങ്ങൾ എടുക്കണം.
എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കൂതാശ വിലക്ക് ഏർപ്പെടുത്തിയ വൈദികരുടെ കാര്യത്തിൽ എങ്ങനെയായിരിക്കും? കൂതാശ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടല്ലോ നിരവധി വൈദികർക്ക്, അതൊക്കെ എങ്ങനെയായിരിക്കും? പല ഇതും പെൻഡിങ് എൻക്വയറി സസ്പെൻഷൻസ് ആണല്ലോ, അത് അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ആ കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്നതായിരിക്കും. തീർച്ചയായും പ്രതിഷേധിക്കുന്നവരെയും അനുകൂലിക്കുന്നവരെയും എല്ലാവരെയും ചർച്ചയ്ക്ക് വിളിക്കും. അങ്ങനെ ഈ രണ്ട് വിഭാഗങ്ങളായിട്ട് ഈ അതിരൂപത പോകരുത്, അതിരൂപത ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നാണ് സിനഡ് ആഗ്രഹിക്കുന്നത്. ആ നിയോഗമാണ് പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ജില്ലാ കളക്ടർ വിളിച്ച ചർച്ചയിൽ അതിരൂപതയുടെ ഒരു പ്രതിനിധി പങ്കെടുക്കുന്നതായിരിക്കും. തീർച്ചയായും അവരോട് ഞാൻ സ്നേഹബുദ്ധിയ ആദരണീയനായ മേജർ ആർച്ച് ബിഷപ്പിന്റെ നാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ സമരം ചെയ്യേണ്ട യാതൊരു സാഹചര്യവും ഇല്ല. നിങ്ങളുടെ വിചാരങ്ങളെയും വികാരങ്ങളെയും പൂർണ്ണമായും സിനഡ് മനസ്സിലാക്കുന്നു. ഈ സമരത്തിലൂടെയല്ല നമ്മൾ പരിഹാരം കണ്ടെത്തേണ്ടത്. സമരം അവസാനിപ്പിച്ച് നമുക്ക് സൗഹൃദത്തിന്റെ മേശയ്ക്ക് ചുറ്റും ഒരുമിച്ചിരുന്ന് പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള വഴിയാണ് സിനഡ് തുറന്നു തന്നിരിക്കുന്നത്. അതുകൊണ്ട് ദയവായി സമരങ്ങൾ അവസാനിപ്പിക്കുക എന്നാണ് എനിക്ക് സ്നേഹബുദ്ധിയ പറയാനുള്ളത്. 21 വൈദികർക്കെതിരെ പരാതി കൊടുത്തിരുന്നല്ലോ ഇവിടുന്ന്, സ്വാഭാവികമായും ആ പരാതി എങ്ങനെയാണ് പിൻവലിക്കുന്നുണ്ടോ? അതിപ്പോ FIR ആയെന്നും മനസ്സിലാകുന്നുണ്ട്. അതെല്ലാം ക്രമസമാധാന വിഷയത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. അത് പോലീസുമായിട്ടൊക്കെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണല്ലോ. ഇപ്പോൾ പ്രത്യേകിച്ച് ആരെയും നേരിൽ കാണാൻ ഇപ്പോൾ ഒരു ചർച്ചയുടെ സമയമായിട്ട് ഞങ്ങൾ ഇതിനെ മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ വേറൊരു ലക്ഷ്യത്തിനാണ് ഞങ്ങൾ വന്നത്. എന്നാൽ ചർച്ചയ്ക്ക് 100% തുറന്ന മനസ്സോടെ ഞങ്ങൾ സന്നദ്ധമാണ്. അതിന് അവരുടെയും കൂടി സന്നദ്ധത അറിഞ്ഞ ശേഷം ഞങ്ങൾ ക്രമീകരിക്കുന്നത്. ഒരു സർക്കുലർ നേരത്തെ വന്നിരുന്നു, അതായത് ഏകീകൃത കുർബാനയിലേക്ക് മുഴുവൻ പള്ളികളും മാറണം എന്നുള്ളൊരു സർക്കുലർ വന്നിരുന്നു. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സഭ നേതൃത്വം. അന്തിമമായ ലക്ഷ്യം അത് തന്നെ, അതിനകത്തൊരു മാറ്റവും ഇല്ല. പക്ഷേ ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുന്നതിനുള്ള ഒരു സാവകാശമാണ് ജൂലൈ 1-ാം തീയതി. ആ സർക്കുലറിന് ശേഷം തന്നെയാണല്ലോ അഭിവന്യ മേജർ ആർച്ച് ബിഷപ്പ് അപ്രകാരം ഒരു വിശദീകരണ കുറിപ്പ് നൽകിയത്. ആ കുറിപ്പ് നിലനിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. ഒരു അന്ത്യശാസനം നൽകിയിരുന്നു, ഇത്രാം തീയതിക്കുള്ളിൽ അത് നടപ്പിലാക്കിയില്ലെങ്കിൽ. ആ അന്ത്യശാസനത്തിന് ശേഷമാണ് ഈ വിശദീകരണ കുറിപ്പ് വന്നിരിക്കുന്നത്. എറണാകുളത്ത് ഞാൻ തുടരുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചുമതല എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിലും തലശ്ശേരി അതിരൂപതയുടെ ചുമതലയും എൻ്റെ മേൽ തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായും ഞാൻ 2 സ്ഥലത്തും മാറി മാറി ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട സാഹചര്യം ഉണ്ടാകും, ഇവിടെ ഉണ്ടാവും. ഇത്രേ ഉള്ളൂ. എങ്ങനെയായിരുന്നു വിടവാങ്ങുകയാണല്ലോ, അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങുകയാണല്ലോ? അതെ, അപ്പൊ എങ്ങനെയായിരുന്നു? ഞാനിവിടെ 1 വർഷത്തിൽ കൂടുതൽ നാള് സിനഡ് റെക്കമെൻഡ് ചെയ്തതിന്റെ പേരിൽ പരിശുദ്ധ പിതാവ് എന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്ററായിട്ട് മാർപ്പാപ്പ നിയോഗിച്ചു. അത് 1 കൊല്ലത്തിലേറെ ആയിട്ട് ഞാനിവിടെ സേവനം ചെയ്തു. എനിക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടെങ്കിലും ദൈവം എന്നെ വരമേൽപ്പിച്ച ഒരു ചുമതല ചെയ്യാനായിട്ട് ഞാൻ പരമാവധി പരിശ്രമിച്ചു. വിജയിച്ചോ പരാജയപ്പെട്ടു എന്നുള്ളത് വലിയ കാര്യമല്ല. ഞാൻ സഭ എന്നെ ഏൽപ്പിച്ച കാര്യത്തോട് വിശ്വസ്തയോടെ ആത്മാർത്ഥമായിട്ട് എൻ്റെ മനസാക്ഷിയിലെ എല്ലാ വൈദികരെയും എറണാകുളത്തെ വിശ്വാസ സമൂഹത്തെയും സന്നിധിയെയും വൈദികരുടെ പ്രതികരണമാണ് കേൾക്കുന്നത്. ഷൈജു ആന്റണി തുടരുന്നുണ്ട്. ഷൈജു ആന്റണി, ജോസഫ് പാംബ്ലാനിയുടെ ആദ്യത്തെ നയതന്ത്ര നീക്കം വ്യക്തമായി കഴിഞ്ഞു. ഒന്ന്, മാർപ്പാപ്പയുടെ തീരുമാനത്തിൽ ഒരു പുനഃപരിശോധനയില്ല, അതിൽ തർക്കമില്ല അദ്ദേഹം പറയുന്നു. ഒപ്പം ഈ വൈദികർക്കെതിരായ നടപടി അടക്കമുള്ള വിഷയങ്ങളിൽ അദ്ദേഹം ആലോചിച്ച ശേഷം മറുപടി പറയാമെന്നാണ്. താങ്കൾ എങ്ങനെയാണ് ഈ ആദ്യ പ്രതികരണം അദ്ദേഹത്തിന്റെ ഈ നീക്കത്തോട് പ്രതികരിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ ബിഷപ്പുമാർക്കുമെല്ലാം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഈ സ്ഫോടനാത്മകമായ സ്ഥിതിവിശേഷം എന്താണെന്ന് ഈ സിനഡിന് മുമ്പേ ഇവരെല്ലാം ഞങ്ങൾ വ്യക്തിപരമായി അറിയിച്ചതാണ്. അവർക്ക് ഈ സാഹചര്യങ്ങൾ അറിയാം. ആ സാഹചര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഇനി ഒരു നയതന്ത്ര സമീപനം പതുക്കെ നോക്കാം, പിന്നെ നോക്കാം, അത്തരം കാര്യങ്ങൾ ഒന്നും നടക്കുകയില്ല. അടിയന്തരമായി പരിഹാരമുണ്ടാക്കേണ്ട വിഷയങ്ങളിൽ അടിയന്തരമായി പരിഹാരമുണ്ടായേ പറ്റൂ. അങ്ങനെ അല്ലാതെ ഇനി മുന്നോട്ട് പോക്ക് അസാധ്യമാണ്. അതിപ്പോ പാംബ്ലാനി പിതാവ് പറഞ്ഞാലും വേറെ ആര് പറഞ്ഞാലും അടിയന്തരമായി പരിഹാരമുണ്ടാകേണ്ട വിഷയങ്ങളിൽ അടിയന്തരമായി തന്നെ പരിഹാരം ഉണ്ടാവണം.
അതിന് പഠിക്കാം, നാളെ നോക്കാം, പിന്നെ നോക്കാം, അത്തരം പരിപാടികളൊന്നും നടക്കുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലില്ല. അതുകൊണ്ട് ആ കാര്യങ്ങളിൽ ഇത്തരം നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജില്ലാ കളക്ടറുമായി ചർച്ച ചെയ്യണമെങ്കിൽ മെത്രോപൊളിറ്റൻ വികാരിയുടെ പ്രസൻസ് ഉണ്ടാവണം. അതിരൂപതയുടെ പ്രതിനിധിയെ വെച്ചൊന്നും ജില്ലാ കളക്ടറുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യില്ല. ഈ പ്രതിനിധി എന്ന് പറയുന്നയാള് ഇപ്പോഴത്തെ കുരിയാലാളല്ലേ, അയാളോടൊന്നും നമ്മൾ ചർച്ച ചെയ്യില്ല. ആരായാലും അയാളുമായിട്ട് ഒരു ചർച്ചയ്ക്കൊരു സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മേജർ ആർച്ച് ബിഷപ്പിന് അസൗകര്യമുണ്ടെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പ് മാൻഡേറ്റ് കൊടുത്തു വിടുന്ന ഒരു പ്രതിനിധി. പക്ഷെ മെത്രോപൊളിറ്റൻ വികാർ പാമ്പ്ലാനി പിതാവ് നേരിട്ട് ഹാജരാകണം. ഹാജരാകുന്നില്ലെങ്കിൽ ഞങ്ങൾ ചർച്ചയ്ക്കില്ല, അത്രേ ഉള്ളൂ. അതായത് ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്, ജില്ലാ കളക്ടറുമായുള്ള ചർച്ചയ്ക്ക് ജോസഫ് പാമ്പ്ലാനി ബിഷപ്പ് തന്നെ നേരിട്ട് ഹാജരാവണം എന്നതാണ് നിങ്ങളുടെ നിലപാട്? ഞങ്ങൾ ഓൾറെഡി ഇന്നലെ തന്നെ അത് കളക്ടറെടുത്തും ഞങ്ങളോട് സംസാരിച്ച ആളുകളോടും എനിക്ക് തോന്നുന്നു അവിടെ ഒരു ജില്ലാ മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തോടും എല്ലാം ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ഞങ്ങൾ ചർച്ചയ്ക്കില്ല. കാരണം അതിനകത്ത് അർത്ഥമില്ല. ഞങ്ങള് ഈ കഴിഞ്ഞ കുറെ കാലയളവിനുള്ളിൽ ഒത്തിരി മണിക്കൂറുകൾ ചർച്ചയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുള്ള ആളുകളാണ്. എല്ലാ ചർച്ചകളും ഇനീഷ്യേറ്റ് ചെയ്തതുപോലും ഞങ്ങളാണ്. ഞങ്ങൾ അതിന് മാത്രം സമയം സ്പെൻഡ് ചെയ്ത് ഒത്തിരി ചർച്ചകൾ നടത്തിയിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇനി ചർച്ച എന്ന് പറഞ്ഞ ഒരു പ്രഹസനത്തിനൊന്നും ഞങ്ങളില്ല. തീരുമാനമെടുക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തവരുമായി ഞങ്ങൾ ചർച്ച നടത്തുകയുമില്ല. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് പോകും, അത്രേ ഉള്ളൂ. മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചിരുന്നു ജോസഫ് പാമ്പ്ലാനിയോട് അദ്ദേഹം ചർച്ച ആരാണ് ഹാജരാവുക എന്ന്. പക്ഷേ അദ്ദേഹം പറഞ്ഞത് അതിരൂപതയുടെ ഒരു പ്രതിനിധി ഹാജരാവുമെന്നാണ് പറഞ്ഞത്. അതിന്റെ അർത്ഥം അദ്ദേഹം ഇല്ല എന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. അദ്ദേഹം ഇല്ലെങ്കിൽ വേണ്ട ചർച്ച ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. അതിരൂപതയുടെ ഒരു പ്രതിനിധി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിരൂപതയുടെ പ്രതിനിധികളല്ലേ. പിന്നെ ആരാണ് അതിരൂപതയുടെ പ്രതിനിധി? ഞങ്ങൾ ആരും അതിരൂപതയുടെ പ്രതിനിധികളല്ലെന്നാണോ പാമ്പ്ലാനി പിതാവ് വിചാരിക്കുന്നത്? അങ്ങനെയൊന്നും പിതാവിന് പറയാൻ പറ്റില്ല. പിതാവിന്റെ ഒരു പ്രതിനിധി, പാമ്പ്ലാനി പിതാവിന്റെ ഒരു പ്രതിനിധി എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. അതിരൂപതയുടെ ഒരു പ്രതിനിധി എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും അതിരൂപതയുടെ പ്രതിനിധികൾ തന്നെയാണ്. പിന്നെ പാമ്പ്ലാനി പിതാവ് നേരിട്ട് ഹാജരാകാത്ത ഒരു ചർച്ചയിൽ ഞങ്ങൾ പോകുന്നതിനകത്ത് അർത്ഥമില്ല. ഞങ്ങൾ എന്ത് പറഞ്ഞാലും പിതാവിനോട് ചോദിക്കാം, മറുപടി പറയാം എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പ്രഹസനമായ ഒരു ചർച്ചയുടെ ഒന്നും ആവശ്യം ഈ സാഹചര്യത്തിലില്ല. ഞങ്ങൾ അങ്ങനെ അത്തരം പ്രഹസനങ്ങളിൽ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ നാളുകളായി ചർച്ചകൾ പലതും നടത്തിയതാണ്. പാമ്പ്ലാനി പിതാവ് ഇപ്പോ പറഞ്ഞ ജൂലൈ മാസം 1-ാം തീയതി ഇറങ്ങിയ സർക്കുലർ, ആ സർക്കുലറിൽ പാമ്പ്ലാനി പിതാവ് വായിച്ച വാചകം മാത്രമല്ല ഉണ്ടായിരുന്നത്. ആ സർക്കുലറിൽ മറ്റു പല എഗ്രിമെന്റുകളും ഉണ്ടായിരുന്നു. ആ എഗ്രിമെന്റുകളെല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ട് ആ സർക്കുലറിൽ നിന്ന് പിന്മാറിപ്പോയത് ഇതേ സിനഡും ഇതേ ബിഷപ്പുമാരും തന്നെയാണ്. ഞങ്ങളല്ല പിന്മാറിയത്. ഞങ്ങൾ ആ സർക്കുലർ ഇറങ്ങുന്നതിന് മുമ്പ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു പള്ളിയിൽ പോലും സിനഡ് കുർബാന ഉണ്ടായിരുന്നില്ല എന്നിരിക്കെ ആ സർക്കുലർ ഇറങ്ങിയതിന് ശേഷം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ 3 ആഴ്ച കൊണ്ട് 130 പള്ളികളിൽ സിനഡ് കുർബാന തുടങ്ങിയവരാണ് ഞങ്ങൾ. അത്രയും കഷ്ടപ്പെട്ട് അത് ചെയ്തിട്ട് അതിൽ നിന്ന് പിന്നാക്കം പോയി ആ സർക്കുലറിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചത് ബോധപൂർവമാണ്. ഈ ബിഷപ്പ് ബോസ്കോ പുത്തൂർ ആ സർക്കുലറെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് വളരെ കൃത്യമായ ആസൂത്രിതമായ ചില പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. നിങ്ങൾ മറ്റൊരു കാര്യം മനസ്സിലാക്കണം. അപ്പൊ ഞങ്ങളുടെ കയ്യിലുള്ള രേഖകൾ പ്രകാരം ബിഷപ്പ് ബോസ്കോ പുത്തൂർ 2024 സെപ്റ്റംബർ മാസത്തിൽ റെസിഗ്നേഷൻ കൊടുത്തതാണ്, രാജി സമർപ്പിച്ചതാണ്. ആ രാജി 2024 നവംബർ മാസത്തിൽ മാർപ്പാപ്പ അംഗീകരിച്ചതാണ്. മാർപ്പാപ്പ രാജി അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ബിഷപ്പ് ഒരു നാമമാത്ര ബിഷപ്പ് മാത്രമാണ് ഞങ്ങളുടെ നിയമപ്രകാരം. ആ ബിഷപ്പിന് നിർണായക വിഷയങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരമില്ല. അങ്ങനെ അധികാരമില്ലാതിരുന്നിട്ട് പോലും ഈ ബിഷപ്പ് നിർണായകമായ സസ്പെൻഷൻ ഓർഡറുകൾ അടക്കമുള്ള പല ഉത്തരവുകളും പുറപ്പെടുവിച്ചു. അയാൾ ചെയ്തത് വലിയ അധികാര ദുർവിനിയോഗമാണ്. ആ ബിഷപ്പിന് തന്റെ രാജി മാർപ്പാപ്പ സ്വീകരിച്ചു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇന്നലെ കേരളത്തിലെ സർക്കാരിനെയും കേരളത്തിലെ പോലീസിനെയും വഞ്ചിച്ചുകൊണ്ട് വലിയൊരു പോലീസ് ആക്ഷന് പുള്ളി റിക്വസ്റ്റ് ചെയ്തു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇവിടെ ഈ അതിരൂപതയിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ഈ ബിഷപ്പും
ഈ 4 കൂരിയ അംഗങ്ങളും ചേർന്ന് അതിശക്തമായ ഗൂഢാലോചന നടത്തുകയായിരുന്നു. ആ ഗൂഢാലോചനയുടെ അനന്തരഫലമാണ് ഈ ബിഷപ്പിന്റെ രാജി വത്തിക്കാൻ സ്വീകരിച്ചുവെന്ന് ബിഷപ്പിന് നേരത്തെ അറിയാം. രാജി സ്വീകരിച്ചു കഴിഞ്ഞാൽ ബിഷപ്പ് വെറും നാമമാത്രമായ ഒരു ബിഷപ്പ് മാത്രമാണ്. പുതിയൊരു ബിഷപ്പ് ചാർജ് എടുക്കുന്നത് വരെ നാമമാത്രമായ ഒരു നെയിം സേക്ക് ബിഷപ്പാണ്. ആ നെയിം സേക്ക് ബിഷപ്പാണ് ഇന്നലെ ഇവിടുത്തെ വൈദികരെ അയാൾ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് വൈദികർക്കെതിരെ ക്രൂരമായ ആക്രമണം നടത്തണമെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിനകത്തുള്ള ദുഷ്ടചിന്തയാണ് പുറത്തു വന്നത്. അദ്ദേഹം ഇന്ന് ഇറങ്ങിപ്പോവാണ്. ഇന്നലെ അദ്ദേഹം ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഈ വൈദികർക്കിട്ട് പണി കൊടുക്കണം, വൈദികരെ ക്രൂരമായി ആക്രമിക്കണമെന്ന ദുഷ്ടചിന്ത ഈ ബിഷപ്പ് ബോസ്കോ പുത്തൂരിന്റെ പിന്നിലുണ്ടായിരുന്നു. അതിന് കേരള സർക്കാരിനെയും ആഭ്യന്തര മന്ത്രാലയത്തെയും ഈ പോലീസിനെയും അദ്ദേഹം കബളിപ്പിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഗുരുതരമായ കാര്യമാണ് അദ്ദേഹം ചെയ്തത്. എന്തായാലും ബോസ്കോ പുത്തൂർ ചുമതല ഒഴികയാണ്. ഒരു കാര്യം കൂടി, ഈ ജോസഫ് പാംപ്ലാനി പറയുന്നത് നേരത്തെ ഈ ഏകീകൃത കുർബാനയ്ക്ക് നൽകിയിരുന്ന ഒരു ഇളവുണ്ട്, ആ ഇളവ് അതേപടി തുടരുമെന്ന കാര്യം അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. ആ നിലപാടുകൾ സ്വീകാര്യമാണോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി ഏകീകൃത കുർബാന എന്ന് പറയണമെന്ന് ഞങ്ങളുടെ മുമ്പിൽ ഒരു വിഷയമല്ല. ഞങ്ങൾ വി ആർ ലീസ്റ്റ് ബോതേർഡ്. ഇപ്പൊ ഏകീകൃത കുർബാനയുടെ വിഷയത്തിലൊക്കെ ഞങ്ങൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് തീർക്കേണ്ട ഒത്തിരി വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളൊക്കെ തീരാതെ ഇനി ഏകീകൃത കുർബാന എന്നൊന്നും പറഞ്ഞ് പാംപ്ലാനി പിതാവല്ല ഒരു പിതാവും കൊണ്ട് പറയണ്ട. ഇറ്റ് ഈസ് ഇംപോസിബിൾ. അപ്പൊ ഇളവ് തന്നു, ഞങ്ങളെ സഹായിച്ചു, ആ വക ധാരണകളും വർത്തമാനങ്ങൾക്കൊന്നും ഒരർത്ഥമില്ല. അതിന്റെ ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റിയ സമയത്തിലല്ല, മൂഡിലല്ല ഞങ്ങൾ. ഓക്കെ. ഷൈജു ആന്റണിയാണ് അൽമായ മുന്നേറ്റ പ്രതിനിധി. ഷൈജു ആന്റണിയാണ് സംസാരിച്ചത്. ഡാനി ഇപ്പോൾ തുടരുന്നുണ്ട്. ഡാനി, ജോസഫ് പാംപ്ലാനി സ്വീകരിക്കാൻ പോകുന്ന നയതന്ത്രം എന്താ എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തി. പക്ഷേ ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന സംഘർഷ രംഗങ്ങൾക്ക് അയവ് വരണമെങ്കിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ജോസഫ് പാംപ്ലാനി നേരിട്ട് തന്നെ ചർച്ചയ്ക്ക് എത്തണമെന്ന് ഈ അൽമായ മുന്നേറ്റം നിലപാടെടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കളക്ടർ നടത്താൻ പോകുന്ന ചർച്ച ഫലം കാണുമോ? ആ ഒരു സംശയമുണ്ടോ? ജോസഫ് പാംപ്ലാനി ചുമതലയേറ്റു. അദ്ദേഹം എടുക്കുന്ന നിലപാടുകൾ എങ്ങനെയാണ്? ഏകീകൃത കുർബാന വിഷയത്തിൽ മാർപ്പാപ്പയുടെ തീരുമാനത്തിൽ മാറ്റമില്ല, അത് അതേപടി തുടരും. അതേസമയം നിലവിൽ നൽകിയിരുന്ന ചില ഇളവുകളുണ്ട്, ആ ഇളവുകൾ അനുവദിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം. പക്ഷേ ഇപ്പോൾ അവിടെ ഉണ്ടായ സംഘർഷം, പ്രത്യേകിച്ച് വൈദികരെ കൈയേറ്റം ചെയ്തടക്കമുള്ള ആക്ഷേപ വിഷയങ്ങളിൽ നിലപാടെടുക്കുന്നില്ല അദ്ദേഹം എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കളക്ടർ ഇപ്പോഴുണ്ടായിരിക്കുന്ന ആ സമരവും വിവാദങ്ങൾക്കും കളക്ടർ വിളിച്ചിരിക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല നിലപാട് കൂടിയുണ്ട്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഇപ്പോൾ ജോസഫ് പാംപ്ലാനി അദ്ദേഹത്തിന്റെ നിലപാടുകൾ വ്യക്തമാക്കി കഴിഞ്ഞു, അദ്ദേഹം സ്വീകരിക്കാൻ പോകുന്ന നീക്കങ്ങൾ വ്യക്തമാക്കുന്നു. എന്തായാലും കളക്ടർ വിളിക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കണം എന്ന നിലപാട് ജോസഫ് പാംപ്ലാനി നേരിട്ട് പങ്കെടുക്കണമെന്ന് അൽമായ മുന്നേറ്റം നിലപാടെടുക്കുന്നുണ്ട്. പക്ഷേ അത് ജോസഫ് പാംപ്ലാനി പങ്കെടുക്കില്ലെന്നു കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഈ ചർച്ചയ്ക്ക് പ്രതീക്ഷ നമ്മൾ വെക്കണോ? പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന കാര്യത്തിൽ? സജിത്ത്, ഒരു വലിയ പ്രതീക്ഷ ചർച്ചയിലേക്ക് പുലർത്തേണ്ടതില്ല. കാരണം ഈ അതിരൂപതയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എന്തെങ്കിലും ഈ നയപരമായ കാര്യങ്ങളിലുള്ള ഒരു തീരുമാനവും ഇടപെട്ട് പരിഹരിക്കാൻ ജില്ലാ കളക്ടർ മധ്യസ്ഥയിൽ നടക്കുന്ന ചർച്ചയ്ക്ക് കഴിയില്ല എന്നതൊരു വസ്തുതയാണ്. ഇവിടെ അവരുമായി നടക്കുന്ന ജില്ലാ കളക്ടർ മധ്യസ്ഥയിൽ നടക്കുന്ന ചർച്ചയിൽ തീരുമാനമുണ്ടാക്കാൻ കഴിയുക ഇവിടെ ഒരു ക്രമസമാധാന വിഷയം ഉണ്ടാവരുത്. ആ ഒരു വിഷയത്തിലേക്ക് വേണമെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഒരു ചർച്ച അങ്ങനെ തീരുമാനിക്കാനേ കഴിയത്തുള്ളൂ. അല്ലാതെ സഭയുടെ നയപരമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആശയ രൂപീകരണത്തിലോ ഇത്തരം കാര്യങ്ങളിലൊന്നും ആ ഒരു ചർച്ച കൊണ്ട് കാര്യമായ പ്രയോജനം ഉണ്ടാവില്ല. അങ്ങനെ പ്രയോജനം ഉണ്ടാകണമെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പ് അടക്കമുള്ള ആരെങ്കിലും അതിൽ പങ്കെടുത്താൽ അവർക്കൊരു തീരുമാനം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ അങ്ങനെ ഉണ്ടാകില്ല എന്ന് ജോസഫ് പാംപ്ലാനിയുടെ വാക്കുകളിൽ തന്നെയുണ്ട്. അതിൽ പങ്കെടുക്കുക, അതിൻ്റെ ഈ ഭരണസമിതിയിലെ ആരെങ്കിലും പ്രതിനിധീകരിക്കും, ആരാണ് എന്ന് പോലും അദ്ദേഹം ഇപ്പോൾ പറയുന്നില്ല. അതിൽ കൂടിയാലോചനകളിൽ അങ്ങനെ നടത്തിയ ഒരു പ്രതിനിധി പങ്കെടുക്കും എന്ന രീതിയിലേ ആകുന്നുള്ളൂ. ഇന്നലെ ഈ
ഇത്തരമൊരു ചർച്ചയെക്കുറിച്ച് വരുമ്പോൾ തന്നെ ഇവർ പറഞ്ഞിരുന്ന, അതായത് സമരം ചെയ്യുന്നവർ പറഞ്ഞിരുന്നത് മേജർ ആർച്ച് ബിഷപ്പോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതിനിധി, അത് സ്വാഭാവികമായും പ്രതീക്ഷിച്ചത് ഏതെങ്കിലും ഒരു ബിഷപ്പ് അങ്ങനെ ഒരു തസ്തികയിലുള്ള ആരെങ്കിലും അവിടേക്ക് വരുമെന്ന് തന്നെയായിരുന്നു, അത്ര ഒരു സ്ഥാനം അലങ്കരിക്കുന്ന ആരെങ്കിലും എന്നായിരുന്നു. പക്ഷെ എന്നാലും ഇതിലൊരു ഭരണസമിതിയിലെ ഏതെങ്കിലും വൈദികനോ ആരെങ്കിലും ആയിരിക്കാം അവിടേക്ക് എത്തുക എന്നതാണ്. പക്ഷേ അങ്ങനെ ഒരാൾ വന്നതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകുക, അതിലിവിടെ നടക്കുന്ന സമരങ്ങളുടെ കാര്യങ്ങളിൽ മാത്രമേ ആയിട്ടുള്ളൂ. സമരം അവിടെ തുടരുന്നത് ക്രമസമാധാന വിഷയങ്ങളിൽ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അങ്ങനെയെങ്കിൽ അതിൽ ഇടപെടേണ്ടി വരിക, അത്തരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നതിനപ്പുറത്തേക്ക് അതിലൊരു തീരുമാനം എന്ന രീതിയിലേക്ക് നമുക്ക് കാണാൻ കഴിയുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. പ്രത്യേകിച്ച് ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് ഇപ്പോൾ കൂരിയ പിരിച്ചുവിടണം, ഭരണസമിതി പിരിച്ചുവിടണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ ഈ ജോസഫ് പാംപ്ലാനിയുടെ വാക്കുകൾ തന്നെയുണ്ട്, അങ്ങനെയൊന്നില്ല, കൂരിയെ പിരിച്ചുവിടാനായിട്ട് സാധിക്കില്ല. അതൊരു സിനഡ് ചേർന്നുകൊണ്ട് മാത്രമേ അത്തരം കാര്യങ്ങളിലൊരു തീരുമാനമെടുക്കാൻ കഴിയും. കാരണം സിനഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്, അത് സമ്പൂർണ്ണ സിനഡും കാര്യങ്ങളുമാണ് അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത്. അതിപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യങ്ങളിലൊരു തീരുമാനമൊന്നും ഇതിൽ ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. അതൊരു സഭയുടെ മാത്രം ചട്ടക്കൂടിൽ നിന്ന് എടുക്കാൻ കഴിയുന്ന തീരുമാനങ്ങൾ മാത്രമാണ്. ഇത്തരമൊരു ചർച്ച ജില്ലാ ഭരണകൂടം നടത്തുമ്പോൾ അത് ഇവിടെ ഉണ്ടാകുന്ന സംഘർഷ സാധ്യതകൾ അത്തരം കാര്യങ്ങളായിരിക്കും. അതിലൊരു നയപരമായ തീരുമാനം അല്ലെങ്കിൽ ജില്ലാ കളക്ടർ എന്ന രീതിയിൽ അദ്ദേഹത്തിന് എടുക്കാൻ കഴിയുന്ന തീരുമാനമാണ്. അതിൽ ആ ഒരു തീരുമാനം അറിയിക്കുകയായിരിക്കും ചെയ്യുക. നേരത്തെ നമ്മൾ സമാനമായ രീതി കണ്ടതാണ്. സെന്റ് മേരീസ് ബസിലിക്ക അടച്ചിടേണ്ടി വന്നു, മാസങ്ങളോളം അടച്ചിടേണ്ടി വന്നത്. സംഘർഷം ഒഴിവാക്കാൻ ജില്ലാ കളക്ടർ നേരിട്ട് ഇടപെട്ട ഒരു തീരുമാനമായിരുന്നു അത് അടച്ചിടുക എന്നത്. അതിനുശേഷമാണ്, നാളുകൾക്ക് ശേഷമാണ് അതിലൊരു ചർച്ചയിലേക്ക് വന്നത്. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് കയറുന്നതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പോലീസ് കൃത്യമായ രീതിയിലുള്ള സംവിധാനം, നിരീക്ഷണങ്ങളെല്ലാം തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകുമായിരിക്കും. ആ രീതിയിലേക്ക് പോകും. ഇന്ന് വൈകിട്ട് 7 മണിക്കാണ് ചർച്ച നടക്കുന്നതായിട്ട് നമുക്കറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ മനസ്സിലാക്കുന്നതനുസരിച്ച് ജോസഫ് പാംപ്ലാനിക്ക് ഉള്ള ഒരു അധികാരം എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങളിൽ കൂടിയാലോചനകൾ നടത്തി തീരുമാനമെടുക്കുക എന്നതാണ് ബിഷപ്പിന് നൽകിയിട്ടുള്ള ഒരു അധികാരം എന്ന് പറയുന്നത്. മെത്രാപ്പൊലിത്തൻ വികാരിയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു അധികാരം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടാവുകയുള്ളൂ. ഈ സമരം ചെയ്യുന്നവരും ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത് എന്താണ് ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയുടെ ഒരു അധികാരം ഇതിലേക്ക് വന്നിട്ടുള്ള സ്വതന്ത്ര ചുമതലയുണ്ടെങ്കിൽ അദ്ദേഹവുമായി ചർച്ച നടത്താം, അല്ലാത്തപക്ഷം ചർച്ച നടത്തിയിട്ട് കാര്യമില്ല എന്നതാണ് പറയുന്നത്. എങ്കിലും അതിനെ പോസിറ്റീവായിട്ട് കാണുകയാണെന്ന് പറഞ്ഞു. ഏതായാലും അദ്ദേഹത്തിന്റെ നിലപാടുകൾ വിശദീകരിച്ചു. ഇതിൽ ഏകീകൃത കുർബാന എന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ഏത് രീതിയിലാണ് ഇനി പ്രതിഫലിക്കുക, അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ ഏത് രീതിയിൽ പ്രതിഫലിക്കുന്നു എന്നതെല്ലാം തന്നെയാണ് ഇനി അറിയേണ്ടത്. ഏതായാലും ഒരു ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഇനി വൈകുന്നേരം ചർച്ചയുടേതായ ഒരു അന്തരീക്ഷമാണ്. ചർച്ചയ്ക്ക് മുൻപായിട്ട് തന്നെയും ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും, പോലീസ് ബന്ദോബസ്തോടെ വളരെ ശക്തമാക്കിയിട്ടുണ്ട്. ഗേറ്റുകളെല്ലാം തന്നെ ബാരിക്കേഡുകൾ കൊണ്ട് അടച്ചിരിക്കുന്നു. അകത്തും പുറത്തും പോലീസ് ഉണ്ട്. അതുകൊണ്ട് ഒരു വേള ഇതിനകത്തുനിന്ന് ഇനി ആരെങ്കിലും ഇവിടെ നിന്ന് പുറത്തേക്ക് നീക്കുകയാണെങ്കിൽ അവർക്ക് അത്ര എളുപ്പമായിരിക്കില്ല പഴയതുപോലെ അകത്ത് കയറി സമരം ചെയ്യാൻ എന്നതാണ്. അതായത് പോലീസ് ഈ വിഷയത്തിൽ ഒരു ശക്തമായ നിലപാടിലേക്ക് നീങ്ങുന്നു എന്നത് ഒരു സൂചന തന്നെയാണ്. സജിത്ത്, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഈ സംഘർഷ രംഗങ്ങൾക്ക് അയവുണ്ട്.